കഥയെ ആരംഭിക്കുന്നത് 1985 കാലഘട്ടത്തിലാണ്. മിസ്റ്റർ മിയാഗി തന്റെ ശിഷ്യൻ ഡാനിയലിനോട് സംസാരിക്കുകയായിരുന്നു. മിയാഗി ഫാമിലി കരാട്ടയുടെ പാരമ്പര്യത്തെപ്പറ്റിയും ഉത്ഭവത്തെപ്പറ്റിയുമായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. 17-ാം നൂറ്റാണ്ട് കാലത്ത് മിസ്റ്റർ മിയാഗിയുടെ പൂർവികനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ജപ്പാനീസ് തീരത്ത് മീൻ പിടിക്കുകയായിരുന്നു. ഷിംബോ മിയാഗി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ വളരെ യാദൃച്ഛികമായി നടന്ന കുറച്ച് സംഭവങ്ങൾ കൊണ്ട് അദ്ദേഹം ഒഴുകി ചൈനയുടെ തീരത്തു ചെന്നടിഞ്ഞു. അവിടുത്തെ പ്രശസ്തമായ കുംഫു കുടുംബം ഹാൻ ഫാമിലിയായിരുന്നു അന്ന് ഷിംബോ മിയാഗിയെ പരിപാലിച്ചതും സംരക്ഷിച്ചതും. അവിടെ നിന്നും അദ്ദേഹം കുംഫു പഠിച്ചു. പിന്നീട് ഒക്കിനാവയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയപ്പോ അദ്ദേഹം പഠിച്ച കുംഫുവിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി മിയാഗി ഫാമിലി കരാട്ടയാക്കി മാറ്റി. അങ്ങനായിരുന്നു മിയാഗി ഫാമിലി കരാട്ടെ രൂപപ്പെട്ടത്. തന്റെ ഗുരുവിന്റെ വാക്കുകൾ ഡാനിയൽ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഹാൻ ഫാമിലിയും മിയാഗി ഫാമിലിയും തമ്മിലുള്ള ബന്ധവും ഡാനിയൽ തിരിച്ചറിഞ്ഞു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. ചൈനയിലെ ബീജിംഗ് നഗരം. അവിടെ ഒരു ഡോജോയിൽ കുംഫു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഹാൻ എന്ന വ്യക്തി. അവിടെ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്കെത്തിയ ഒരു പെൺകുട്ടി ഡോക്ടർ ഫോങ് വരുന്ന കാര്യം മിസ്റ്റർ ഹാനെ അറിയിച്ചു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ലീ എന്ന പയ്യൻ വേഗത്തിൽ പോയി ഒളിച്ചു. ഡോക്ടർ ഫോങ്ങിന്റെ മകനായിരുന്നു ലീ. ഗുരുവായ മിസ്റ്റർ ഹാനിന്റെ മരുമകനും കൂടിയായിരുന്നു ലീ. ഡോക്ടർ ഫോങ്ങിന് മകൻ കുംഫുവുമായി ഇടപഴകുന്നതും മാർഷൽ ആർട്സിന്റെ ലോകത്തേക്ക് പോകുന്നതും തീരെ ഇഷ്ടമല്ല. ഡോക്ടർ ഫോങ്ങിന്റെ മൂത്ത മകൻ ഈ ലോകത്തുനിന്ന് ഇല്ലാതാവാൻ തന്നെ കാരണം കുംഫു ആണെന്നാണ് അവരുടെ വാദം. അവർക്ക് ന്യൂയോർക്കിൽ പുതിയ ജോലി തയ്യാറായിട്ടുണ്ടായിരുന്നു. ലീയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും മാർഷൽ ആർട്സ് ഒക്കെ ഉപേക്ഷിച്ച് തന്റെ കൂടെ അങ്ങോട്ടേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ അവനെ ഉപദേശിക്കണമെന്നും മിസ്റ്റർ ഹാനെ അറിയിക്കാനാണ് ഡോക്ടർ ഫോങ് അങ്ങോട്ടേക്ക് വന്നത്. മിസ്റ്റർ ഹാൻ ഫോങ്ങുമായി സംസാരിച്ചു. താൻ പറഞ്ഞ കാര്യങ്ങൾ ലീയെ അറിയിച്ചേക്ക് എന്ന് പറഞ്ഞ് പിന്നാലെ ഫോങ് പോവാൻ തുടങ്ങി. വിവരം ലീയുടെ ചെവിയിലെത്തിയതും ലീ അമ്മയ്ക്കടുത്തേക്ക് ഓടിയെത്തി. തനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ തന്റെ കൂടെ വന്നോളണമെന്നും ഇല്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ അവസ്ഥയായിരിക്കും നിനക്ക് വരാൻ പോകുന്നത് എന്ന മട്ടിലുമൊക്കെയായിരുന്നു ഡോക്ടർ ഫോങ് മറുപടി കൊടുത്തത്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അമ്മയ്ക്കൊപ്പം ലീക്ക് ന്യൂയോർക്കിലേക്ക് പറച്ച് നടപ്പിടേണ്ടി വന്നു. അങ്ങനെ ലീയും അമ്മയും ന്യൂയോർക്കിലെത്തി. ന്യൂയോർക്ക് നഗരം എല്ലാ തരത്തിലും അവന് പുതുമയുള്ളതായിരുന്നു. പുതുതായി താമസിക്കുന്ന വീട്ടിൽ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്തപ്പോ തന്റെ ചേട്ടന്റെ ഫോട്ടോയിലേക്ക് ലീ കുറച്ചു നേരം നോക്കിയിരിക്കുന്നുണ്ട്. സന്ധ്യയോടെ അവനൊരു പിസ്സ കഴിക്കണമെന്ന് തോന്നി. വാങ്ങി വരാമെന്ന് അമ്മയോട് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. പക്ഷേ ചൈനയിൽ കിട്ടുന്ന തരം പിസ്സ അവിടെങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അതന്വേഷിച്ച് നടന്ന് അവൻ വീടിൽ നിന്ന് കുറച്ചകലേക്കെത്തി. അവിടെ ഒരു പിസ്സ ഷോപ്പിൽ കയറി. വിക്ടർ എന്ന പേരുള്ള മുൻകാല ബോക്സറായിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്ന ഒരു പിസ്സ ഷോപ്പായിരുന്നു അത്. താൻ ഉദ്ദേശിച്ചു വന്ന പിസ്സയുടെ രൂപം അവൻ ഓർഡർ ചെയ്തു. പക്ഷേ അത്തരത്തിലുള്ള പിസ്സയൊന്നും ഇവിടെ വിൽക്കുന്നില്ലല്ലോ എന്ന മട്ടിലായിരുന്നു വിക്ടറിന്റെ മറുപടി. അത് ചൈനീസ് മോഡൽ പിസ്സയല്ലേ, അതൊക്കെ അവിടെയേ കിട്ടൂ എന്നൊക്കെ പറഞ്ഞ വിക്ടർ ലീയെ ചെറുതായി വാരുന്നൊക്കെയുണ്ടായിരുന്നു. അപ്പോഴാണ് വിക്ടറിന്റെ മകൾ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. മിയ എന്നായിരുന്നു അവളുടെ പേര്. ലീയെ കണ്ട മാത്രയിൽ മിയക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അച്ഛനെ മാറ്റി നിർത്തി ലീയുടെ ഓർഡർ മിയ എടുത്തു. താൻ അത് ഉണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞു. ഈ സമയം അതൊക്കെ കണ്ട് നിനക്കെന്താടി ഈ പയ്യനെ കണ്ട ഒരിളക്കം എന്ന മട്ടിൽ വിക്ടർ മിയയെയും ഒന്ന് കളിയാക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അമ്മയോട് യാത്ര പറഞ്ഞ് പുതുതായി ചേർന്ന സ്കൂളിലേക്ക് ലീ പുറപ്പെട്ടു. മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ബോക്സിംഗ് ടൂർണമെന്റിന്റെ പോസ്റ്ററും മറ്റും ലീ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെ അവൻ സ്കൂളിലെത്തി. സ്കൂളിലെ രീതികളൊന്നും ചൈനയിലേതുപോലായിരുന്നില്ല. അവനെ കുറിച്ച് വല്ലായ്മയൊക്കെ തോന്നി. ക്ലാസ്സൊക്കെ കഴിഞ്ഞവൻ പുറത്തു വന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് വീണ്ടും മിയയെ കണ്ടുമുട്ടുന്നത്. മിയ റെസ്റ്റോറന്റിലേക്കുള്ള സാധനങ്ങൾ ഇറക്കുകയായിരുന്നു. കുറച്ച് സാധനങ്ങൾ താഴെ വീണു. ലീ ഓടിച്ചെന്ന് മിയയെ സഹായിച്ചു. ലീയും മിയയും അന്നു മുതൽ അവരുടെ സൗഹൃദം ആരംഭിച്ചു. അവിടുത്തെ ജീവിതം എങ്ങനുണ്ട് എന്ന് മിയ ചോദിച്ചപ്പോ കുഴപ്പമില്ല, ഒക്കെയും പഠിച്ചു വരുന്നേയുള്ളൂ എന്നായിരുന്നു ലീയുടെ മറുപടി. വേണമെങ്കിൽ താൻ പഠിപ്പിക്കാട്ടോ എന്ന മട്ടിൽ മിയ അവനോട് സൂചിപ്പിച്ചു. പിന്നീട് അവിടെ നിന്ന് പോകുമ്പോ അവിടുത്തെ ഒരു ബോക്സിംഗ് സ്കൂൾ ലീ കണ്ടു. അകത്ത് കുറച്ചധികം പേർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവന്റെ കൂടെ മിയ ഉണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുന്ന ലീയെ കണ്ടതും മിയ പറഞ്ഞു, അബദ്ധത്തിൽ പോലും അങ്ങോട്ടേക്കൊന്നും ചെന്നേക്കരുത്, ഒക്കെ തലതെറിച്ചവന്മാരാ. ആ സമയമാണ് ആ ബോക്സിംഗ് ക്ലബിന്റെ ഓണറും മിയയുടെ അച്ഛൻ വിക്ടറിന് കടം കൊടുത്തിട്ടുള്ള വ്യക്തിയുമായ ഓഷിയ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. വിക്ടർ കൊടുക്കാനുള്ള കടപ്പണത്തെ പറ്റി മിയയെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഓഷിയ നേരെ അവിടെ നിന്ന് പോയി. എന്താ കാര്യം എന്ന മട്ടിൽ ലീ ചോദിച്ചില്ലെങ്കിലും അവരുടെ കടയുടെ മേലുള്ള കടത്തിനെ പറ്റിയും വിക്ടറിന്റെ ഇപ്പോഴത്തെ ദാരിദ്ര്യാവസ്ഥയെ പറ്റിയും മിയ ലീയോട് പറഞ്ഞു. ഇതേസമയം ഓഷിയാകട്ടെ തന്റെ ബോക്സിംഗ് ജിമ്മിനകത്തേക്ക് കയറി ചെന്ന് അവിടുത്തെ പ്രധാന ഫൈറ്ററായ കോണറുടെ അടുക്കൽ, നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ ദാ പോകുന്നത്, അവള് പുതിയ ആളെ പിടിച്ചല്ലോ എന്ന മട്ടിൽ പറയുന്നുണ്ടായിരുന്നു. കോണർ പുറത്തേക്ക് നോക്കി. മിയയെ ലീക്കൊപ്പം കണ്ടതും അവന് രോഷമേറിച്ചു കയറുന്നുണ്ട്. മിയയും ലീയും അവിടെ നിന്ന് നേരെ പോയത് ഒരു ചൈനീസ് ഷോപ്പിലേക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മിയക്ക് വാങ്ങാനുണ്ടായിരുന്നു. ആദ്യം ആ കടയുടമ നല്ലൊരു തുക പറഞ്ഞു. അതേ തുകയ്ക്ക് വാങ്ങാൻ വേണ്ടി മിയ ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ ലീ ഇടപെട്ട്
ബന്ധപ്പെട്ട് ചൈനീസിൽ അവരോട് സംസാരിച്ചു. ഒടുവിൽ മിയ കൊടുക്കാൻ പോയതിന്റെ പകുതി പൈസയോളം കുറച്ച് അവൾക്ക് ആ സാധനം വാങ്ങാനായി. അത്രയും തുക കുറഞ്ഞു കിട്ടിയതിൽ അവൾ അതിശയവും സംശയവും പ്രകടിപ്പിച്ചപ്പോ തങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, ഒരേ ഭാഷയിൽ സംസാരിച്ച് ന്യായമായ വിലയ്ക്ക് ചോദിച്ചപ്പോ തന്നതാണ് എന്ന മട്ടിൽ അവൻ മറുപടി പറഞ്ഞു. എന്തായാലും അന്ന് ഇരുവരും അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. രാത്രിയിൽ അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അമ്മ പുതിയ സ്കൂളും പരിസരവുമൊക്കെ എങ്ങനെയുണ്ട്, കൂട്ടുകാരിയൊക്കെ കിട്ടിയോ എന്ന മട്ടിൽ ലീയോട് ചോദിച്ചു. കിട്ടിയെന്നും മിയ എന്നാണ് അവളുടെ പേരെന്നും ലീ പറഞ്ഞപ്പോ അമ്മ അതിശയത്തോടെ ലീയെ ഒന്ന് നോക്കി. അടുത്ത ദിവസം മുതൽ ലീയും മിയയും ഒന്നിച്ചായി കറക്കം. മിയ അവനെ കൊണ്ട് ആ നഗരം മൊത്തം ചുറ്റിക്കാണിച്ചു. മിയയുടെ സ്കൂട്ടറിലായിരുന്നു കറക്കം. പക്ഷേ കുറച്ചു കഴിഞ്ഞതും സ്കൂട്ടർ കംപ്ലൈന്റ് ആയി. ഒടുവിൽ സ്കൂട്ടറും മെട്രോയിൽ കയറ്റിയായി അവരുടെ യാത്ര. അവരങ്ങനെ സംസാരിച്ച് മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് മിയയുടെ മുൻകാമുകൻ കോണർ അങ്ങോട്ടേക്ക് വരുന്നത്. കോണറിനത് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. കോണർ മനഃപൂർവ്വം ചെറിയ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അവിടെ ഒരു അടിപൊട്ടും എന്നൊരു സാഹചര്യം പോലും ഉടലെടുത്തു. അത് മനസ്സിലാക്കിയ മിയ ലീയെയും കൂട്ടി അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചു. പക്ഷെ മാറുമ്പോഴും മനഃപൂർവ്വം കോണർ ലീയുടെ മുഖത്ത് ഒരു പ്രഹരമേൽപ്പിച്ചു. അവന്റെ കണ്ണിനടിയിൽ ചതന്ന പാടുപോലും രൂപപ്പെട്ടിരുന്നു. മെട്രോയിൽ നിന്നിറങ്ങി പോകുമ്പോ ഈ പാടുമായി എങ്ങനെ വീട്ടിൽ പോകും, അമ്മ കണ്ട എന്നെ കൊല്ലും എന്ന മട്ടിൽ ലീ ഭയപ്പെടാൻ ആരംഭിച്ചു. മിയ അവനെ ആശ്വസിപ്പിച്ചു. അച്ഛൻ വിക്ടറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ വിക്ടർ തന്നെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അവന്റെ കണ്ണിനടിയിലെ ചതന്നപാടിന്റെ ഭാഗത്ത് ചെറുതായി മേക്കപ്പ് ഒക്കെ ഇട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. രാത്രിയിൽ അവൻ അമ്മയിൽ നിന്ന് മുങ്ങി നടന്ന് രക്ഷപ്പെട്ടെങ്കിലും പുലർച്ചെ അമ്മ അവനെ കൈയോടെ പിടികൂടി. അവൻ വീണ്ടും മാർഷൽ ആർട്സുമായി ബന്ധപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കി അമ്മ അവനെ വലിയ തോതിൽ ശകാരിച്ചു. ഇനി നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അന്ന് തന്നെ അവനൊരു ട്യൂഷൻ ഏർപ്പാട് ചെയ്തു. അലൻ എന്ന പേരുള്ള ഒരു പയ്യനായിരുന്നു അവന് ട്യൂഷൻ എടുക്കാൻ എത്തിയത്. കോണറിനടുക്കലുള്ള ദേഷ്യമൊക്കെ ലീയുടെ മനസ്സിലുണ്ടെങ്കിലും അവനതൊന്നും പ്രകടിപ്പിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് അലനും ലീയും സൗഹൃദത്തിലായി. അന്ന് വീട്ടിലേക്ക് എത്തിയവൻ ഒരു ബുക്ക് എടുത്തു മറിച്ച് തന്റെ സഹോദരന്റെ ഫോട്ടോ എടുത്തത് നോക്കിക്കണ്ടു. ചേട്ടന്റെ ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ ചേട്ടൻ മികച്ചൊരു കുംഫു ഫൈറ്റർ ആയിരുന്നു. ഡ്രാഗൺ കിക്ക് എന്നു പേരുള്ള മികച്ച ഒരു അഭ്യാസ മുറ പോലും അവന്റെ ചേട്ടനായിരുന്നു അവന് പഠിപ്പിച്ചു കൊടുത്തത്. ഇനി കോണർ പ്രശ്നത്തിൽ വന്ന ഇതേ ഡ്രാഗൺ കിക്ക് അവനെതിരെ പ്രയോഗിക്കാം എന്ന് ലീ മനസ്സിലുറപ്പിച്ചു. അടുത്ത ദിവസം ലീ സ്കൂളിൽ പോയി. കോണർ പതിവ് പോലെ ലീയെ ചൊറിയാൻ വേണ്ടി അവന്റെ പിന്നാലെ ചെന്നു. പിന്നെ പറയണ്ടല്ലോ, ഇരുവരും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു. മികച്ച ഫൈറ്ററായ കോണറിനോട് പിടിച്ചു നിൽക്കാൻ ലീക്ക് അത്ര പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഇടികൊണ്ട് ലീ താഴെ വീണു. ഒടുവിൽ കോണറിനെതിരെ ഡ്രാഗൺ കിക്ക് പോലും പ്രയോഗിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പേ അത് തിരിച്ചറിഞ്ഞ കോണർ ലീയെ ചവിട്ടി താഴെയിട്ടു. ലീക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കേറ്റിരുന്നു. സ്കൂളിലെ അധികൃതർ വന്നിട്ടായിരുന്നു കോണറെ പിടിച്ചുമാറ്റിയത്. പിന്നീട് തെരുവിലൂടെ നടക്കുമ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഒരു ഫൈറ്റിംഗ് ടൂർണമെന്റിന്റെ പോസ്റ്ററൊക്കെ ലീ നോക്കിക്കാണുന്നുണ്ട്. കോണർ ആ ടൂർണമെന്റിലെ മുൻ ചാമ്പ്യനായിരുന്നു എന്നവൻ മനസ്സിലാക്കി. പിന്നീട് ഒരു ദിവസം രാത്രി കേടായിപ്പോയ മിയയുടെ സ്കൂട്ടർ ഉണ്ടല്ലോ, അത് ശരിയാക്കാനെന്ന മട്ടിൽ അവൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ആ സമയത്തായിരുന്നു വട്ടിപ്പലിശ കൊടുത്തിരുന്ന ബോക്സിംഗ് ജിമ്മിന്റെ ഓണറായ ഓഷി അയച്ച ഗുണ്ടകൾ വിക്ടറിനെ ആക്രമിക്കാൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ അടിക്കിടയിൽ ലീയും പെട്ടു. ആദ്യം ലീ ഒന്നും മാറി നിന്നെങ്കിലും പിന്നീട് വിക്ടറെ രക്ഷിക്കാൻ ഫൈറ്റിലേക്ക് അവനും ഇറങ്ങി. മികച്ച കുംഫു ഫൈറ്ററായ അവന് ആ ഗുണ്ടകളെ എതിരിടാൻ വളരെ മികച്ച രീതിയിൽ പറ്റിയിരുന്നു. തന്റെ കുംഫു സ്കില്ലുകൊണ്ട് അവരെ ഫൈറ്റ് ചെയ്ത് അവൻ ഓടിച്ചു. വിക്ടർ അതിശയത്തോടെയായിരുന്നു ആ ചെറിയ പയ്യനെ നോക്കിക്കണ്ടത്. അവന്റെ സ്കില്ലുകൾ കണ്ട് വിക്ടർ അവനിൽ ഇംപ്രസ്ഡ് ആയി. കുറച്ച് നാളുകളായി വീണ്ടും ഫൈറ്റിംഗ് ടൂർണമെന്റിലേക്ക് എത്തണമെന്നും ബോക്സിംഗ് ടൂർണമെന്റിൽ പങ്കെടുത്താൽ 2 റൗണ്ട് വിജയിച്ചാൽ തന്റെ കടങ്ങളൊക്കെ തീരും എന്ന് വിക്ടർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടർ ലീയോട് തന്നെ പരിശീലിപ്പിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ ലീയാകട്ടെ ആദ്യം അതിന് വിസമ്മതം അറിയിച്ചു. പക്ഷേ തന്റെ കടങ്ങളും എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുത്ത് വിജയിച്ചാലേ അത് വീട്ടാനും പറ്റൂ എന്നൊക്കെ വിക്ടർ വിശദീകരിച്ചു പറഞ്ഞതും അദ്ദേഹത്തെ സഹായിച്ചാലോ എന്ന് ലീ മനസ്സിൽ ചിന്തിച്ചു. അന്നവൻ വിക്ടറിനോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു വീട്ടിലേക്ക് പോകുന്നതും. അടുത്ത ദിവസം അവന്റെ അമ്മയ്ക്ക് അവധിയായിരുന്നു. അമ്മയും അവനും കൂടി പുറത്ത് കറങ്ങാനൊക്കെ പോയി. ചേട്ടന്റെ മരണത്തിന്റെ ദുഃഖം എപ്പോഴും അവന്റെ ഉള്ളിൽ തളം കെട്ടി നിന്നിരുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരിക്കലും അവന് സാധിച്ചിരുന്നില്ല. അവന്റെ അമ്മയും അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അന്ന്
രാത്രിയിൽ അവൻ തന്റെ അങ്കിളായ മിസ്റ്റർ ഹാനിനെ വിളിച്ചു. ഹാനിനോട് വിക്ടർ പറഞ്ഞ കാര്യങ്ങളും കുംഫു പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട കാര്യവും എല്ലാം വിശദമായി പറഞ്ഞു. ഒരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്നായിരുന്നു ഹാന്റെ മറുചോദ്യം. അത് കേട്ടതും കൂടുതൽ പോസിറ്റീവായി അതിനെ നോക്കിക്കണ്ട ലീ ആകട്ടെ അടുത്ത ദിവസം വിക്ടറിനടുത്തെത്തി താൻ വിക്ടറെ പരിശീലിപ്പിക്കാമെന്ന് പറഞ്ഞു. പരിശീലനത്തിന്റെ ഭാഗമായി വിക്ടറിന്റെ പിസേരിയയിൽ അവൻ ഒരു പാർട്ട് ടൈം ജോലിക്കും ചേർന്നു. വിക്ടറും ലീയും വൈകാതെ പരിശീലനം ആരംഭിച്ചു. പരിശീലനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് മിയ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് കയറി വന്ന മിയ പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, എന്റെ അച്ഛന് വല്ലതും പറ്റിയ നിന്നെ ഞാൻ പിടിക്കൂ എന്ന മട്ടിൽ ലീയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചായിരുന്നു അവിടെ നിന്നത്. കടം തിരിച്ചടച്ച് എല്ലാം തീർക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് വിക്ടർ പറഞ്ഞപ്പോ എന്തെങ്കിലും ചെയ്യുന്ന ദേഷ്യത്തിൽ പറഞ്ഞ് മിയ അവിടെ നിന്ന് മാറി. പിന്നീട് അങ്ങോട്ടേക്ക് പ്രാക്ടീസിന്റെ ദിവസങ്ങളായിരുന്നു. ഓരോരോ രീതികളിൽ ലീ വിക്ടറെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കാണുമ്പോ മിയക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളതൊക്കെ മനസ്സിനുള്ളിൽ ഒതുക്കി പിടിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മിയും ലീയും റെസ്റ്റോറന്റിൽ വെച്ച് ഏറെ സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയം അതുവഴി കടന്നുപോയ കോണർ അവരിരുവരെയും കണ്ടു. അവരുടെ അടുപ്പം കോണർ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അവരുടെ പരിശീലനയെടുത്ത് ലീ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന നിൽക്കുന്ന കണ്ടതും വിക്ടർ എന്താണ് അവൻ കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കാത്തത് എന്ന മട്ടിൽ അവനോട് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് ലീ അവന്റെ മനസ്സ് തുറന്നത്. അവന്റെ ചേട്ടനെ പറ്റി സംസാരിച്ചത്. അവന്റെ ചേട്ടൻ മികച്ചൊരു കുംഫു ഫൈറ്റർ ആയിരുന്നു. ഒരിക്കലൊരു ടൂർണമെന്റിൽ പങ്കെടുത്ത് അവന്റെ ചേട്ടൻ വിജയിച്ചു. പക്ഷേ പരാജയപ്പെട്ട വ്യക്തിയുടെ ആളുകൾ ചേട്ടനെതിരെ കൊട്ടേഷൻ കൊടുത്തു. ഗുണ്ടകൾ വന്ന് ചേട്ടനെ വകവരുത്തി. ലീയുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു അത് നടന്നത്. അത് ലീക്ക് മാനസികമായി വലിയൊരു ആഘാതം തന്നെ ഏൽപ്പിച്ചു. അതിൽ പിന്നെ ടൂർണമെന്റിൽ പങ്കെടുക്കാനും അമ്മയോട് ഫൈറ്റ് ചെയ്ത് തന്റെ ആഗ്രഹത്തിന് വേണ്ടി നിലകൊള്ളാനും അവന് സാധിക്കുന്നേണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അലനും ലീയും റെസ്റ്റോറന്റിൽ തുടരുകയായിരുന്നു. മിയ സമയം അവരുടെ അടുത്തേക്ക് വന്നു. അവരെ അവിടെ നടക്കുന്ന കാർണിവലിലേക്ക് ക്ഷണിച്ചു. ആദ്യം ലീ മടിച്ചെങ്കിലും അലൻ നിർബന്ധിച്ചപ്പോ പോവാമെന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ കാർണിവലിന്റെ ദിവസമായി. ലീ കാർണിവലിലെത്തി. അങ്ങോട്ടേക്ക് എത്തിയപ്പോ അവൻ കണ്ടത് കോണറുമായി സംസാരിച്ചു നിൽക്കുന്ന മിയയായിരുന്നു. ലീക്ക് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങോട്ടേക്ക് ചെല്ലാതെ അവൻ തിരികെ പോന്നു. അടുത്ത ദിവസമായിരുന്നു വിക്ടറിന്റെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നത്. വിക്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ ലീ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ മിയ അങ്ങോട്ടേക്ക് വന്നു. തലേന്നത്തെ ദേഷ്യത്തിൽ ലീ മിയക്ക് മുഖം കൊടുക്കുന്നേയില്ല. വൈകാതെ എന്താ കാര്യം എന്ന് മിയ തന്നെ അവനോട് ചോദിച്ചു. ദേഷ്യത്തിലായിരുന്നു അവന്റെ മറുപടി. അതോടെ കോണറിനോട് അവൾ സംസാരിച്ചതാണ് പ്രശ്നം, അതിലേക്ക് കുശുമ്പ് വന്നതാണ് എന്ന് മിയ മനസ്സിലാക്കി. അവൻ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി മിയ തിരിച്ചറിയുകയായിരുന്നു. മിയ അവനോട് പറഞ്ഞു, കോണറിനോട് സംസാരിച്ചതാണോ? അവനൊരു പ്രത്യേക സ്വഭാവമാ. അവനെ ഞാൻ ഒഴിവാക്കിയെങ്കിലും അവനോട് മര്യാദക്ക് നിന്നില്ലെങ്കിൽ അവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് സംസാരിച്ചെന്നേയുള്ളൂ. അവർ തമ്മിലുള്ള ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെട്ടു. ഇരുവരും ഒരു ചുംബനത്തിന്റെ വക്കോളം എത്തി. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് വിക്ടർ കടന്നു വന്നത്. അതോടെ ഇരുവരും പിന്മാറി. അങ്ങോട്ടേക്ക് വന്ന വിക്ടർ തമാശ രൂപേണ പറഞ്ഞു, എന്റെ ഫൈറ്റിനുള്ള സമയമായി, ഇല്ലെങ്കിൽ രണ്ടിനെ ഞാനിപ്പോ ശരിയാക്കിയേനെ. വൈകാതെ വിക്ടർ ഫൈറ്റിനായി റിങ്ങിൽ കയറി. മികച്ച രീതിയിലായിരുന്നു വിക്ടർ ഫൈറ്റ് ചെയ്തത്. പക്ഷേ എതിരാളി പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയതും അയാളുടെ കോച്ചായ ഓഷിയാകട്ടെ ഫൗള് കളിക്കാൻ അവനോട് പറഞ്ഞു. അവൻ അതോടെ ഫൗള് കളിച്ച് വിക്ടറെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ വിക്ടർ പരിക്കേറ്റ് താഴെ വീണു. പിന്നാലെ വിക്ടറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളായി. പെട്ടെന്ന് കൺമുമ്പിൽ അത് കണ്ടതും ലിയാഗെ ഒന്ന് ഷോക്കായി പോയിരുന്നു. ചേട്ടൻ മരണപ്പെട്ട ഓർമ്മകളുടെ ട്രോമയായിരുന്നു അവനെ അപ്പോൾ ബാധിച്ചത്. മിയക്കൊപ്പം പോവാനോ വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അവന് സാധിച്ചില്ല. മിയ അതിലൊരുപാട് ഡിസപ്പോയിന്റഡ് ആയി. ഒടുവിൽ ഹോസ്പിറ്റലിലേക്ക് വിക്ടറെ എത്തിച്ചപ്പോ അവിടെ അവന്റെ അമ്മയുണ്ടായിരുന്നു. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട് വീണ്ടും അവൻ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു എന്ന് കേട്ടതും അവന്റെ അമ്മ അവനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. സങ്കടവും കുറ്റബോധവും ഒക്കെ നിറഞ്ഞ അവൻ അന്ന് വീട്ടിലേക്ക് തിരികെ പോയി വീടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന മാർഷൽ ആർട്സ് പോസ്റ്റർ അടക്കം കീറിക്കളഞ്ഞു. ആ ഒരു സമയത്താണ് മിസ്റ്റർ ഹാന്റെ ഫോൺ കോൾ ലീക്ക് വന്നെത്തുന്നത്. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാൻ അവൻ തയ്യാറായതേയില്ല. ഹാൻ പിന്നീട് പലതവണ ലീയെ വിളിക്കാൻ നോക്കിയെങ്കിലും ഹാനിന്റെ കോൾ ലീ അറ്റൻഡ് ചെയ്തതേയില്ല. എന്തോ ഒരു ദുഃഖം വല്ലാതെ അവനെ പിടികൂടിയിരുന്നു. അവനെപ്പോഴും ഏകാന്തനായി കാണപ്പെട്ടു. തെരുവിലൂടെ മേയുടെ കൂട്ടുപോലുമില്ലാതെ ഒറ്റയ്ക്കായിരുന്നു അവൻ നടന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടിലേക്ക് അവൻ മടങ്ങിയെത്തുമ്പോ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു ആരോ അവനെ കടന്നാക്രമിച്ചത്. അവർ തമ്മിൽ ഒരു കുംഫു ഫൈറ്റ് സംഭവിച്ചു.
ഒരു ഘട്ടത്തിൽ ലൈറ്റ് ഓണായപ്പോ താനുമായി ഫൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ഹാൻ ആണ് എന്നവൻ മനസ്സിലാക്കുകയാണ്. അവന്റെ അങ്കിളായ മിസ്റ്റർ ഹാൻ നിരവധി തവണ ലീയെ വിളിച്ചിട്ടും കിട്ടാതായതോടെ എന്തവന് പറ്റിയതെന്നറിയാൻ വേണ്ടി അന്വേഷിച്ചെത്തിയതായിരുന്നു. പിന്നാലെ ലീയുടെ അമ്മ വന്നു. അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന മട്ടിൽ മിസ്റ്റർ ഹാനിനോട് ഫോങ് അപ്പോ ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് ന്യൂയോർക്കൊക്കെ കറങ്ങാൻ വന്നതാ എന്ന് മാത്രമായിരുന്നു ഹാന്റെ മറുപടി. പിന്നാലെ ലീയുടെ അവസ്ഥയും ദുഃഖവും ഹാൻ നോക്കിക്കണ്ടു. കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. ഇതൊക്കെ പരിഹരിക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞ് ഹാൻ ലീയെയും കൂട്ടി വിക്ടറെ കാണാൻ ആശുപത്രിയിൽ പോയി. അവിടെ മിയെ ഉണ്ടായിരുന്നു. ലീ വന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷേ വിക്ടർ അവനെ സമാധാനിപ്പിച്ചു. നടന്ന കാര്യങ്ങളിൽ നിന്റെ തെറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാം, നീ വിഷമിക്കണ്ട എന്ന് വിക്ടർ അവനോട് പറഞ്ഞു. കടത്തിന്റെ പേരിൽ വിക്ടറിന്റെ പിസേരിയ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അന്ന് അവിടെ നിന്ന് പോരുമ്പോ മിസ്റ്റർ ഹാൻ ഒരു തീരുമാനമെടുത്തു. വിക്ടറിന് പകരം ചാമ്പ്യൻഷിപ്പിൽ ലീ മത്സരിക്കാൻ പോകുന്നു. പക്ഷെ താനെങ്ങനെ മത്സരിക്കും, തനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ പിന്മാറാൻ നോക്കി. പക്ഷേ മിസ്റ്റർ ഹാൻ അവനെ നിർബന്ധിച്ചു. വിക്ടറിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും തന്നെ നീ മത്സരിച്ചേ പറ്റൂ എന്ന് മിസ്റ്റർ ഹാൻ അവനോട് പറഞ്ഞു. നിന്റെ പ്രാക്ടീസ് തുടങ്ങാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞ് മിസ്റ്റർ ഹാൻ അവിടെ നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പോയി. കഥയുടെ തുടക്കത്തിൽ മിസ്റ്റർ മിയാഗിയുടെ ശിഷ്യൻ ഡാനിയലിനെ പരിചയപ്പെടുന്നുണ്ടല്ലോ. അതേ ഡാനിയലിനെ കണ്ട് സഹായം ചോദിക്കാനായിരുന്നു മിസ്റ്റർ ഹാൻ പോയത്. മിയാഗി കരാട്ടെ തന്റെ ഒരു ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കാമോ, ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവനെ സഹായിക്കാമോ എന്ന മട്ടിൽ ഡാനിയലിനടുക്കൽ അദ്ദേഹം സംസാരിച്ചു. ഹാൻ കുടുംബവും മിയാഗി കുടുംബവും അടുത്ത ബന്ധമാണല്ലോ ഉള്ളത്. ഡാനിയലിന് അത് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ആദ്യം പകുതി മനസ്സോടെ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് പരിശീലനം ആരംഭിച്ചപ്പോ അവർക്കരികിലേക്ക് ഡാനിയലും എത്തി. വൈകാതെ അവിടെ കഠിനമായ പരിശീലനം ആരംഭിച്ചു. ഭക്ഷണമടക്കം ഡയറ്റുള്ള ഒരു പരിശീലന മുറയായിരുന്നു അത്. ആദ്യമൊക്കെ ലീ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് അവൻ മെച്ചപ്പെട്ടു വന്നു. ഇതേസമയം മറുവശത്ത് നിലവിലെ ചാമ്പ്യനായ കോണറും കനത്ത പരിശീലനത്തിലായിരുന്നു. ഇതിനിടയിൽ ലീ പിസേരിയിൽ നിന്ന് ഒരു പിസ ഓർഡർ ചെയ്തു. അത് ഡെലിവർ ചെയ്യാൻ പോയത് മിയെ ആയിരുന്നു. അലനും അവിടെ ഉണ്ടായിരുന്നല്ലോ. അലൻ വിദഗ്ധമായി മിയയെ ലീയുടെ അടുത്തെത്തിച്ചു. അവരെന്ന് പരസ്പരം മനസ്സു തുറന്ന് സംസാരിച്ചു. ഇരുവർക്കുമിടയിലെ തെറ്റിദ്ധാരണകൾ മാറി. അങ്ങനെ ഒടുവിൽ ഫൈറ്റ് ആരംഭിച്ചു. ഓരോ ഘട്ടത്തിലും മുന്നിട്ട് ലീ വിജയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഫൈനലിലേക്കുള്ള മത്സരം വരെ എത്തി. ഒരു വശത്ത് കോണർ മത്സരിച്ചു വിജയിച്ച് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മറുവശത്ത് നടന്ന മത്സരങ്ങളിൽ വിജയിച്ച് ലീയും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അപ്പോഴായിരുന്നു ലീയെ ആക്രമിക്കാൻ ഓഷിയെ അയച്ച ഗുണ്ടകൾ വരുന്നത്. ലീയുടെ ചേട്ടനെ പോലെ കൊല്ലപ്പെടാനായിരുന്നില്ല ലീയുടെ വിധി. ലീയെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ മിസ്റ്റർ ഹാനും ഡാനിയലും ഉണ്ടായിരുന്നു. അവർ ഗുണ്ടകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവരെ തറപറ്റിച്ചു. അങ്ങനെ മത്സരം ഫൈനലിലേക്ക് എത്തുന്ന സമയമായി. ഇതിനു മുമ്പ് മിസ്റ്റർ ഹാൻ ഡോക്ടർ ഫോങ്ങിനെ കണ്ടു. അതായത് ലീയുടെ അമ്മയെ തന്നെ. ലീയുടെ അമ്മയോട് ലീ കടന്നുപോകുന്ന ട്രോമകളെ പറ്റിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനെ ഏറ്റവും കൂടുതൽ സഹായിക്കുക ഉറപ്പായും മാർഷൽ ആർട്സ് ആയിരിക്കുമെന്നും നിങ്ങൾ കൂടി അവനെ സപ്പോർട്ട് ചെയ്താൽ അവന് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും എന്ന തരത്തിലുമൊക്കെ പറഞ്ഞു. നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ടും ഡോക്ടർ ഫോങ്ങിനും കുറെയൊക്കെ മനസ്സിലായിരുന്നു. തന്റെ മകനെ ഡോക്ടർ ഫോങ് ചേർത്തു പിടിച്ചു. അവനോട് അവൻ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു. ഒടുവിൽ അവസാന ഫൈറ്റിന്റെ ദിവസം എത്തി. കോണറും ലീയും ഏറ്റുമുട്ടുന്നു. ആദ്യഘട്ടത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. കോണറായിരുന്നു മുന്നിട്ട് നിന്നത്. ഒരുപാട് അടികൊണ്ട് ലീ താഴെ വീണു. പക്ഷെ പിന്നീട് ലീ തിരിച്ചടിച്ചു. മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്ത് ലീ മുന്നിട്ട് വന്നു. ഒടുവിൽ പോയിന്റ് നില ഒരേ ലെവലിലേക്ക് എത്തി. അവസാന പോയിന്റ് ആരെടുക്കുന്നോ അയാൾ വിജയിക്കുമെന്നേ അവസ്ഥ. അപ്പോഴായിരുന്നു ശക്തമായ പ്രഹരത്താൽ ലീ താഴെ വീഴുന്നത്. അവൻ പരാജയപ്പെടും എന്നൊരവസ്ഥ ഉടലെടുത്തു. ആ വീഴ്ചയിൽ കൊല്ലപ്പെട്ട തന്റെ ചേട്ടനെ പറ്റിയും അടികൊണ്ടു വീണ വിക്ടറെ പറ്റിയുമുള്ള ഓർമ്മകൾ ലീയുടെ ഉള്ളിലേക്ക് ഇരച്ചെത്തി. പൂർവാധികം ശക്തിയോടെ അവൻ എഴുന്നേറ്റ് വന്നു. പുതുതായി ഡെവലപ്പ് ചെയ്ത ഡ്രാഗൺ കിക്ക് കോണറിന് മേൽ പ്രയോഗിക്കാൻ അവൻ അവസരം നോക്കി. കൃത്യ അവസരത്തിൽ അവനത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും കോണറെ അടിച്ച് താഴെയിടുകയും ചെയ്തു. അതിമനോഹരമായ ആ നീക്കങ്ങളിലൂടെ കൂടുതൽ പോയിന്റ് സമ്പാദിച്ച് ലീ അങ്ങനെ വിജയത്തിലേക്ക് നടന്നു കയറി. എന്താ നടന്നതെന്ന് പോലും മനസ്സിലാവാതെ കോണർ ഒരു നിമിഷം നിന്നു. വിജയിച്ചു നിന്ന ലീയെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ പിന്നാലെ കോണർ ശ്രമിച്ചു. പക്ഷെ ലീ ഒഴിഞ്ഞു മാറി കോണറെ മലർത്തിയടിച്ചു. ഒടുവിൽ കോണറുടെ മുഖത്ത് ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ അവൻ കൈയുയർത്തിയെങ്കിലും അതിന് നിൽക്കാതെ അവൻ കോണറെ വെറുതെ വിട്ടു. കോണറിന്റെ കൂടി റെസ്പെക്ട് ഏറ്റുവാങ്ങിയ ഒരു നിമിഷമായിരുന്നു അത്. ലീയുടെ അമ്മ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു.
ഇതിനിടയിൽ മിയ വന്ന് ലീയെ ചുംബിച്ചു. കാര്യങ്ങളൊക്കെ അവിടെ നോർമലായി മാറി. വിക്ടറിന്റെ കടമൊക്കെ തീർന്നു. വിക്ടർ മറ്റൊരു പിസ്സ ഷോപ്പ് കൂടി ആരംഭിച്ചു. ഒരു ദിവസം ഡാനിയലിന് ഒരു ഫ്രോസൺ പിസ്സ ലഭിച്ചു. എന്ത് സഹായം വേണമെങ്കിലും താൻ ഉണ്ടാകും എന്ന മട്ടിൽ സൂചിപ്പിക്കുന്ന ലീയുടെയും മിസ്റ്റർ ഹാന്റെയും മെസ്സേജ് അതിലുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.